ഇന്ന് ഞാനൊരു റൂം മേക്ക് ഓവർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റൂം മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ബെഡിൻ്റെ ഈ ഒരു ഏരിയ ആദ്യമേ തന്നെ നല്ലൊരു വൈപ്പ് കൊടുത്തിട്ട് ഈ ഷെൽഫും കട്ടിലൊക്കെ ഞാൻ തുടച്ചെടുക്കുകയാണ്. ഇനി ഓരോരോ ഐറ്റംസ് ആയിട്ട് ആ ഷെൽഫ് നമുക്ക് നിറയ്ക്കണ്ടേ. ഈ ബുക്സും ഈ ഒരു പ്ലാനും ആണ് കേട്ടോ ആദ്യം തന്നെ വെക്കുന്നത്. ഈ ബുക്സൊക്കെ കണ്ടിട്ട് ഞാൻ അത്ര ബുക്ക് ലവറാണെന്ന് വിചാരിക്കേണ്ടത്, പക്ഷേ ഇനി തൊട്ടിട്ട് വേണം അതൊക്കെ ഒന്ന് വായിച്ച് തുടങ്ങാൻ. രണ്ട് സൈഡിലും ഒരേ ഡിസൈനായ കാരണം അധികം ചിന്തിക്കേണ്ടി വന്നില്ല. രണ്ട് സൈഡിലും ഞാൻ ബുക്സ് വെച്ച് കൊടുത്തു. നെക്സ്റ്റ് ഈ ഒരു ടുലിപ്പിൻ്റെ കപ്പാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ക്ലൗഡ് കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എസ്തെറ്റിക് ക്യാൻഡിലും ഈ ഒരു കുഞ്ഞു ഫ്ലവർ പോട്ടാണ് ഒരു കളിയിൽ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പുറത്ത് ക്യാൻഡിൽ വെച്ച സ്ഥിതിക്ക് അപ്പുറത്തെ സൈഡിലും ക്യാൻഡിൽ വേണമല്ലോ. അപ്പോൾ ദേ ഈ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്ലച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു സി വൈബായില്ലേ. നെക്സ്റ്റ് ഞാൻ ഈ എം കഫീൻ്റെ ഈ ബോഡി വാഷിൻ്റെ കപ്പാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ കപ്പ് കാണാൻ. ഇത് റെപ്പൻസൽ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. മുന്നേ ലൈറ്റൊക്കെ കത്തുമായിരുന്നു, മാജിക് ഗോൾഡ് ഫ്ലവർ, അതിൻ്റെ ഒരു ഷോ പീസ്. പിന്നെ ഈ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഞാൻ ഇതിൽ വയ്ക്കുന്നത്. ഇത് പണ്ടെങ്കാണ്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്, ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കള്ളൻ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ നമ്മുടെ ഷെൽഫ് അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പിങ്ക്, ബ്ലൂ, യെല്ലോ, ബ്രൗൺ ആ ഒരു ക്യൂട്ട് തീമിലേക്കാണ് ഞാൻ കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നത്. പിന്നെ ആ നടുക്കിലുള്ള ഗ്യാപ്പ് ഞാൻ ഈ ഒരു ഡ്രീം ക്യാച്ചർ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു കളർ തീം ചൂസ് ചെയ്യാനുള്ള റീസൺ തന്നെ ഈ ഒരു ഡ്രീം ക്യാച്ചറാണ് കേട്ടോ. നമുക്ക് ഈ സൈഡിലോട്ട് പോകാം. അവിടുത്തെ ഒരു ഷെൽഫിലേക്ക് നമുക്കിത് ഈ ഒരു മിറർ വയ്ക്കാം. ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് വരച്ചതാണ്, ഇപ്പോഴാണ് ശരിക്കും യൂസ് ആയത്. നല്ല എസ്തെറ്റിക് ആയിട്ടില്ലേ. അപ്പോഴാണ് ഈ ചുമര് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നിയത്. നോ വരീസ്, നമ്മുടെ അടുത്ത് ഈ ഫ്രെയിംസ് ഉണ്ടല്ലോ. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഈ ഒരു അഡീസീവ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വന്നതോടുകൂടി റൂമിൻ്റെ തന്നെ ഒരു ലുക്കേ മാറിപ്പോയി. ഇനി നമുക്ക് തിരിച്ച് കട്ടിലിലോട്ട് വരാം. ഇനി കട്ടിലിനെ കുറച്ച് മോഡിഫൈ ചെയ്യണം. ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. ഇതും നമ്മുടെ ഈ കൊക്കോനെയും കൂടെ ഞാൻ ഈ കട്ടിലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. അതിലേക്ക് ഞാൻ സ്ക്രഞ്ചീസും ബോഡി ലോഷനും അതുപോലെ ലിപ് ബാമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ബെഡ്ഷീറ്റും കൂടെ വന്നപ്പോൾ നമ്മുടെ റൂമിൻ്റെ ലുക്കേ മാറിയില്ലേ, ഒരു ഈസ്തെറ്റിക് വൈബ്. നിങ്ങൾക്ക് ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ അത്രയ്ക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.